പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 2-ാമത്തെ എപ്പിസോഡ്. ഒന്ന് കഴിഞ്ഞു 2-ാമത്തെ എപ്പിസോഡ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പത്രോസും പൗലോസും യോഹന്നാനും യാക്കോബും യൂദയും സഭയെ പഠിപ്പിച്ചതുപോലെ ഇന്നത്തെ ശുശ്രൂഷകന്മാരെ സഭയെ പഠിപ്പിക്കണം. എനിക്കത് മാത്രമേ ഉള്ളൂ എൻ്റെ വിഷയം. നമുക്ക് തോന്നുന്ന പോലെയും നമ്മുടെ മനസ്സിൽ തോന്നുന്ന പോലെയും വല്ലയിടത്തും വല്ലവരൊക്കെ പറയുന്ന പോലെയൊക്കെ വല്ല പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്ന പൊട്ടത്തരങ്ങളൊക്കെ വിശ്വാസികളെ പറഞ്ഞ് പഠിപ്പിച്ചാലൊന്നും ഒരു പ്രയോജനമില്ല. വേദപുസ്തക താളുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ വരണം. അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലിലേക്ക് നമ്മുടെ ശ്രദ്ധ വരണം. പത്രോസ് പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചേ. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാരാൽ മുഖാന്തരം കർത്താവ് രക്ഷിതവുമായവൻ തന്ന കൽപ്പന. കർത്താവ് രക്ഷിതവുമായവൻ തന്ന കൽപ്പന ആർക്കാ തന്നത്? ഏത് സഭക്കാർക്കാ തന്നത്? ചാള പിടിച്ചു കിടന്ന പത്രോസിന് യോഹന്നാന് യാക്കോബിനാ കൊടുത്തത്. ന്യായപ്രമാണത്തിൻ്റെ അഗ്രഗണ്യനായ പൗലോസ് കൂടി അതിനോട് ആടിയപ്പെടുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ സഹോദരന്മാരെ, വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ എത്രയും നിങ്ങളുടെ അടുക്കൽ വന്നത്. വലിയ ജ്ഞാനിയായവൻ ഈ ചാള പിടിച്ചു നടന്നവരോട് കൂടെ ചെന്ന് ചേരുക. നിങ്ങളുടെ വന്നപ്പോൾ എനിക്ക് ജ്ഞാനമൊന്നുമില്ല, ക്രിസ്തുവിനെ കുറിച്ച് മാത്രം അറിയണം. അന്ന് കുറച്ച് ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞു, ക്രിസ്തുവിൻ്റെ ഉപദേശം പഠിച്ചു, കർത്താവിൻ്റെ ആ പ്രമാണം നന്നായി പഠിച്ചു. പിന്നെ കർത്താവിന് വേണ്ടി മരിക്കാൻ അവൻ ഒരുങ്ങി. കർത്താവിൽ വിശ്വസിച്ചവരെ കൊന്നവൻ കർത്താവിന് വേണ്ടി മരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് മാറി. ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാകാതിരിക്കരുത്. ഞാൻ അവിടെ നിന്ന് മുമ്പോട്ട് പോട്ടെ. ഒത്തിരി വിഷയങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാനായിട്ടുണ്ട്. അപ്പം ഈ കൽപ്പനകൾ എന്ത് ചെയ്യണം? കൽപ്പന ഓർത്തുകൊള്ളണമെന്ന് പറയുന്നെങ്കിലും കൽപ്പന അനുസരിക്കാനുള്ളതാണ്. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ബുദ്ധി ഉപദേശമായിട്ട് എടുക്കുക. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു, നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി മുമ്പോട്ട് പോയില്ലെങ്കിൽ വലിയ അബദ്ധത്തിൽ നമ്മൾ ചിന്തയാണ്. ഇന്നങ്ങനെ അബദ്ധത്തിൽ പെട്ട് കിടക്കുക സഭകൾ, ശുശ്രൂഷ വൃന്ദങ്ങൾ, വിശ്വാസികൾ. കൊരിന്ത്യ ലേഖനത്തിലൊരു വാക്യമുണ്ട്, നിങ്ങളത് ഒന്ന് ധ്യാനിച്ചോണം. നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കല്ല തിന്മയ്ക്കായിട്ടത്രേ. ദൈവവചന വ്യവസ്ഥ പ്രകാരം നമ്മൾ ദൈവസന്നിധിയിൽ കൂടി വരുന്നില്ലെങ്കിൽ അത് തിന്മയ്ക്കായിട്ടാണ് വരുന്നത്, അത് ശിക്ഷാവിധിക്കായിട്ടാണ് വരുന്നത്. ഓർത്തോണം. അപ്പോസ്തലന്മാർ തന്നിരിക്കുന്ന ആ പാറ്റേൺ, ആ മാതൃക, ആ വ്യവസ്ഥ പ്രകാരം നമ്മൾ കൂടി വന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തില്ലെങ്കിൽ ആ കൂടിവരവുകൾ എന്താണ്? തിന്മയ്ക്കായിട്ട് ഭവിക്കും. സംഗീത നിശ നടത്തി, പാട്ട് കുർബാന നടത്തി, പിന്നെ മുട്ടിന് ബീരിടുന്ന പോലെ പാട്ടുപാടി പാട്ടിലാക്കുകയാണ് ചെയ്യുന്നത്. ദൈവവചനമെടുത്തവരെ പ്രബോധിപ്പിക്കണം. പത്രോസ് അങ്ങനെ പ്രസംഗിച്ചു, പൗലോസ് അങ്ങനെ പ്രസംഗിച്ചു. ലേഖനങ്ങളിൽ എങ്ങനെയാ ഉപദേശം കിടക്കുന്നത്? അത് നോക്കണം, അത് വായിക്കണം, അത് പഠിക്കണം. കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ആത്മനിയോഗത്താൽ വിശുദ്ധമായി ജീവിച്ച് അത് പ്രസംഗിക്കണം. വല്ലയിടത്തും വല്ലവരും പറഞ്ഞതൊക്കെ എടുത്ത് പ്രസംഗിച്ചാലൊന്നും പ്രസംഗമാകത്തില്ല. എനിക്കറിയാം, പ്രസംഗം കോപ്പി അടിക്കുന്ന ഭാഷന്മാരുണ്ട്. നല്ല നല്ല ആശയങ്ങൾ മറ്റുള്ളവർ പറയുന്നത് എടുക്കരുതെന്ന് ഞാൻ പറയത്തില്ല. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് പ്രസംഗിക്കുന്നത്. പക്ഷേ ചിലരുടെ സ്ഥിരം പരിപാടി 1000 പ്രസംഗങ്ങൾ പുസ്തകം മേടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കറിയാം ഒരു കൂട്ടു പാസ്റ്റർ, അദ്ദേഹം 1000 പ്രസംഗം മേടിച്ച് വെച്ചിട്ട് അതിന് ഓരോന്ന് നോക്കി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. പുള്ളിക്ക് വചനം ധ്യാനിക്കാനും പുള്ളിക്ക് ദൈവസന്നിധിയിൽ നിന്ന് വചനങ്ങൾ ഏറ്റെടുക്കാനും സഭയ്ക്ക് വേണ്ടുന്ന ദൂത് പ്രാപിക്കാനൊന്നും പുള്ളിക്ക് സമയമില്ല, ബിസിയാ. കാരണം എന്താ? കൈ നിറയെ പണമുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്. പിന്നെ എങ്ങനെയാ വചനം ധ്യാനിക്കാൻ കഴിയുന്നത്? കർത്താവിൻ്റെ ശിഷ്യന്മാരിലൊക്കെ എന്തുണ്ടായിരുന്നു പറ സഹോദരങ്ങളെ. 1 കൊരിന്ത്യർ 4:11 മുതൽ ഈ നാഴി വരെ വിശുദ്ധം ദാഹിച്ചും കുടിപ്പാനില്ല. 2 കൊരിന്ത്യർ 6 തൊട്ട് വായിച്ച് പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിലെഴുതിയിരിക്കുന്നത്? അതൊന്ന് വായിക്കാൻ താല്പര്യം. 2 കൊരിന്ത്യർ 6-ാം അധ്യായം. 2 കൊരിന്ത്യർ 6-ാം അധ്യായം. അതിലവരെ കുറിച്ച് പറഞ്ഞത് സ്തോത്രം. ഒത്തിരി കാര്യങ്ങളുണ്ട്, അതെല്ലാം ഞാനങ്ങ് വിടുക. ഹല്ലേലൂയ, സ്തോത്രം.
ഒന്നിനും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. 2 കൊരിന്ത്യർ 6:3 മുതലുള്ള വാക്യങ്ങളാണ്. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിനും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവ ഇടത്തും വലത്തും ആയുധമായി ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചാതിയന്മാരെന്നിട്ടും സത്യവന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ. 10-ാം വാക്യമാണ് ഭയങ്കരം. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നനാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. ഈ അപ്പോസ്തലന്മാരുടെ അനുഭവമായിട്ട് ഇന്നത്തെ അപ്പോസ്തലന്മാരുമായിട്ട് ആർക്കെങ്കിലും ബന്ധമുണ്ടോ? അയാമേ അപ്പോസ്തലൻ എന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് നിൽക്കുന്ന ഈ ഊച്ചാൻ താടി വെച്ചവനൊക്കെ ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? സുവിശേഷം വിറ്റ് തിന്നയല്ലേ ചെയ്യുന്നത്? കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി വെച്ചേക്കല്ലേ വ്യാജം പറഞ്ഞ്. ഞെളിഞ്ഞിരുന്നോണ്ട് പറയാം എനിക്ക് കിട്ടുന്നതിന് മുഴുവൻ ഞാൻ ടാക്സ് കൊടുക്കുന്നുണ്ടെന്ന്. 2 മാന്യന്മാർ, പേരൊന്നും ഞാൻ പറയുന്നില്ല. എത്ര ലജ്ജാവഹം! കർത്താവിന് ടാക്സ് കൊടുക്കാൻ എന്താ ചെയ്ത്? ഹലോ, എന്താ ചെയ്ത്? പത്രോസിനോട് പറഞ്ഞു പോയി മീൻ പിടിക്കാൻ പറഞ്ഞു. ആ മീനിൻ്റെ വായിലിരിക്കുന്ന ചതുർദമ്മ പണം എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. ഇവിടെ കോടിക്കണക്കിന് കെട്ടിവെച്ചിരിക്കുക. അപ്പോൾ എന്നാ പ്രസംഗിക്കാനാ? അവർ അനീതിയുള്ള മാമോനെ വാരി കൂരി വെച്ചിട്ട് എന്നാ പ്രസംഗിക്കാനാ? അല്ല, എനിക്ക് മനസ്സിലാഞ്ഞിട്ട് ചോദിക്കുക. ഇതിലൊരു മറുപടി ഉചിതമായിട്ട് ആരെങ്കിലും തന്നാ ഉപകാരം. ഞാൻ വലിയ ആശയക്കുഴപ്പത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ. കർത്താവിൻ്റെ ദാസന്മാരെ, അവരുടെ സാമ്പത്തികം ശുശ്രൂഷ ചെയ്യുന്നവരത് ക്രമീകരിക്കണം. വാരിക്കോരി കൂട്ടി വയ്ക്കുകയല്ല. അച്ഛൻ്റെ പേരിലും ഭാര്യയുടെ പേരിലും മക്കളുടെ പേരിലും ഏക്കർ കണക്കിന് വാങ്ങിക്കൂട്ടി ഇടുകയല്ല ചെയ്യേണ്ടത്. അങ്കമാലിയിലൊരു പാസ്റ്ററുണ്ടെന്ന് എൻ്റെ ഒരു കൂട്ടുസഹോദരൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സഭയിൽ 3-4 വർഷം ഇരുന്ന 5 സെൻറ്റ് സ്ഥലവും വീടും ഉണ്ടാക്കും പുള്ളി. അത് കഴിഞ്ഞ് അടുത്ത സഭയിൽ പോയാൽ 5 സെൻറ്റ് സ്ഥലവും വീടും ഉണ്ടാക്കും പുള്ളി. പിന്നെ അടുത്ത സഭയിൽ പോയാൽ 5 സെൻറ്റ് സ്ഥലവും വീടും ഉണ്ടാക്കും. 3-4 പിള്ളേരുണ്ട്. ഓരോരുത്തർക്ക് ചാകണേനും പോലെ വീടും പറമ്പും ഉണ്ടാക്കിയിട്ടിട്ട് ചാകണം. അതാണ് പുള്ളിയുടെ ലക്ഷ്യം. ഇതെന്തോന്ന് വേല? വേല എന്ന് ചൊല്ലി 4 പാടും തുലന്നുള്ള ജാലസുവിശേഷകന്മാരെ കൊണ്ടുവാ. സൈമൺ സാറ് പാടിയതുപോലെ വ്യാജ സുവിശേഷകന്മാരാണ് അവരെ. യഥാർത്ഥ അപ്പോസ്തലന്മാരുടെ ബയോഡേറ്റ ഞാൻ വായിച്ചു കേൾപ്പിച്ചല്ലോ നിങ്ങളെ. 2 കൊരിന്ത്യർ 6:10 ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നനാക്കുന്നവർ, ഭൗതിക ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരാണ് ആത്മീക സമ്പത്തിലേക്ക് ജനത്തെ നടത്തുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായിട്ട് തന്നെ. ഒരു ചുക്കും അവർക്കില്ല. അവർ പറയണ എല്ലാം ഞങ്ങൾക്കുണ്ടെന്ന്. അവർ പറയുന്നത് എന്താ? നമ്മൾ ഈ വ്യാജമായിട്ട് പാടുന്നൊരു പാട്ടുണ്ടല്ലോ, എൻ്റെ സമ്പത്തൊന്നു ചൊല്ലുവാൻ വേറെയില്ലെന്നും യേശു മാത്രം സമ്പത്താകുന്നു. ചുമ്മാ പാടുക. കോടിക്കണക്കിന് ഉണ്ടാക്കി വെച്ചിട്ട്, അച്ഛൻ്റെ പേരും മക്കളുടെ പേരിൽ ഏക്കർ കണക്കിന് ഉണ്ടാക്കി വെച്ചിട്ട്, വീടും പറമ്പും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പാടുക, എൻ്റെ സമ്പത്തൊന്നു ചൊല്ലുവാൻ യേശു മാത്രം, വേറെ ഒരു സമ്പത്തും ഇല്ലെന്ന്. വ്യാജം പാടുകയാണ്, ഫോഴ്സ്ക്ക് പാടുക. ഇന്നുകൊണ്ട് ഇതൊക്കെ നിർത്തണം. അപ്പോസ്തലന്മാരുടെ രീതിയിലേക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ ഇതൊന്നും പാടരുത്. അവർ വിശ്വാസത്താൽ ജീവിച്ചവരാ. നമ്മൾ വിശ്വാസത്താൽ അല്ല ജീവിക്കുന്നത്. ആ കുറ്റസമ്മതം നമ്മൾ നടത്തിയേ മതിയാകൂ. ഹല്ലേലൂയ. ഞാൻ മുൻപോട്ട് പോകട്ടെ പ്രിയമുള്ളവരെ. സ്തോത്രം. ഇവിടെ പത്രോസ് പറഞ്ഞ ശക്തമായ പ്രബോധനം, ഈ ലേഖനം 2-നാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. ഹല്ലേലൂയ. കർത്താവിൻ വിശദമായവൻ തന്ന കൽപ്പന ഓർത്തുകൊള്ളണമെന്ന് ഈ 2 ലേഖനത്തിനാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. അത് കഴിഞ്ഞിട്ട്
നമുക്കൊരു പരമാർത്ഥ മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ലേഖനം വായിക്കുമ്പോൾ അത് ഉണരും. അത് ഉണർത്തുകയാണ് പത്രോസ്. സ്തോത്രം. പണ്ട് യാക്കോബിൻ്റെ മക്കൾ പറഞ്ഞ പോലെ ഞങ്ങൾ പരമാർത്ഥികൾ, ഒരപ്പൻ്റെ മക്കൾ, ഒരുത്തനെ മൃഗം തിന്നു, ബാക്കി ഞങ്ങളെല്ലാം ഇതാ ഇവിടെ ഉണ്ട്. അവർ പറയുന്ന പരമാർത്ഥമാണ്. ആരുടെ മുമ്പിലാണ് പറയുന്നത്? ചത്തുപോയെന്ന് പറഞ്ഞ യോസേപ്പിൻ്റെ മുമ്പിൽ എന്നാ പറയുന്നേ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മരിച്ചു പോയെന്ന് പറയുന്ന ആ സഹോദരന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണിത് പറയുന്നത്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പരമാർത്ഥ മനസ്സുണ്ടായിരിക്കണം. ഒരു പരമാർത്ഥ മനസ്സുണ്ടായിരിക്കണം. ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന ഒരു പരമാർത്ഥ മനസ്സ്, ദൈവത്തോടും മനുഷ്യനോടും കുറ്റമില്ലാത്തൊരു മനസ്സാക്ഷി ഉണ്ടായിരിക്കണം. അതൊന്നും നമുക്കില്ലെങ്കിൽ നമ്മെക്കൊണ്ട് ഒരു വേലയും ചെയ്യാൻ കഴിയത്തില്ല. സൈമൻ സാറ് പഠിയതുപോലെ വ്യാജ സുവിശേഷകനായിട്ട് നമ്മൾ ഇരിഞ്ഞടങ്ങും, അവസാനം നരകത്തിലും പോയി വീഴും. അതുകൊണ്ട് ഞാൻ പറയുന്നതിൻ്റെ ഗൗരവം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണമെന്ന് ഓർപ്പിക്കുന്നു. അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീൻ. അപ്പോൾ ഒരു കൂട്ടം പരിഹാസകൾ എഴുന്നേറ്റ് വരുമെന്ന് ഇവിടെ പറയുക. ഹല്ലേലൂയ, സ്തോത്രം. പരിഹാസികൾ എഴുന്നേറ്റ് വരും. വളരെ വ്യക്തമായിട്ട് ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവരെന്താ പറയുന്നത്? അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? നിരീശ്വരവാദികളെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈശ്വരവാദികളും ഉണ്ട് ഇത് കൂട്ടത്തിൽ. അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീൻ. അതിന് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പരിഹാസികൾ ഇഷ്ടം പോലെ ഉണ്ട്. ശുശ്രൂഷകന്മാരായിരുന്നവർ തന്നെ അവർ ചില പ്രത്യേക സാഹചര്യത്തിൽ സ്ഥാനമാനങ്ങൾ കിട്ടാതെ, എനിക്കറിയാം ചിലരെയൊക്കെ, ഞാൻ പേരൊന്നും പറയുന്നില്ല, സ്ഥാനമാനങ്ങൾ കിട്ടാതെ സാത്താൻ കയറി അവസാനം ഒരു പരിഹാസിയായി തീർന്ന് അബ്രഹാമിനെ വ്യഭിചാരി എന്ന് വിളിച്ച ഒരു പരിഹാസിയായ പാസ്റ്ററിനെ എനിക്കറിയാം. ഇത്ര സുബോധം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പഴയ നിയമത്തെ കാലത്ത് അവർ ചെയ്ത പല കാര്യങ്ങളും വചനവ്യവസ്ഥ വിട്ടുള്ളത് തന്നെയാണ്. പുതിയ നിയമം പഠിക്കുമ്പോൾ അന്നത്തെ കാലത്തൊക്കെ അത് അവർ ചെയ്തിരുന്നു. അബ്രഹാം ഭാര്യമാരെ എടുത്തു, സലോമൻ ഭാര്യമാരെ എടുത്തു. പിന്നെ ആരാ? പലരും, ബഹുഭാരിത്യം, സോളമൻ. പക്ഷെ അതൊക്കെ അന്നത്തെ കാലഘട്ടത്തിലെ രീതിയായിരുന്നു. അതൊന്നും പാപമായിട്ട് ദൈവം കണക്കിട്ടില്ല. അവരും ദൈവവുമായിട്ടുള്ള ബന്ധത്തെയാണ് കണക്കിട്ടത്. സ്തോത്രം. എന്നാൽ പുതിയ നിയമം വരുമ്പോൾ കർക്കശമായ പ്രമാണമാണ് നമുക്ക് തരുന്നത്. ബഹുഭാരിത്വത്തെ ശക്തമായി എതിർക്കുകയാണ് പുതിയ നിയമം. ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണമെന്ന് പൗലോസ് നിഷ്കർഷിക്കുന്നു, വ്യക്തമായി പറയുന്നു, കൃത്യമായി പറയുന്നു, ആഴത്തിൽ പഠിപ്പിക്കുന്നു. ഭാര്യ ഇല്ലാത്തവൻ, കുടുംബമില്ലാത്തവൻ ശുശ്രൂഷിക്കരുതെന്ന് പോലും പൗലോസ് പറയിപ്പിക്കുന്നുണ്ട്. അതൊന്നും ഇവിടെ ആർക്കും ഒന്നും വേണ്ട രീതിയിൽ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഞാനെന്ത് ചെയ്യാനാ? കുടുംബത്തെ പുലർത്തുന്നവൻ എങ്ങനെ ശുശ്രൂഷനായിരിക്കുമെന്ന് പൗലോസ് ചോദിക്കുക. നിങ്ങൾ ദുർനടത്തപ്പോൾ ഓരോരുത്തരും ഓരോ ഭാര്യയും ഓരോരുത്തർക്കും ഓരോ ഭർത്താവ് ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് പറയുന്നു. വിവാഹം എല്ലാവർക്കും മാന്യമെന്ന് പൗലോസ് പറയുന്നു. കാനാവിലെ കല്യാണത്തിൻ്റെ കുറവ് പരിഹരിച്ചവനാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ കല്യാണത്തിനും വിവാഹത്തിനും കുടുംബജീവിതത്തിനൊന്നും വചനം എതിരല്ല. അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന. പഴയ നിയമത്തിലും പുരോഹിതന്മാർ വിവാഹം കഴിച്ചിരുന്നു, പുതിയ നിയമത്തിലും പുരോഹിതന്മാർ വിവാഹം കഴിച്ചിരിക്കണമെന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. എനിക്കങ്ങനെ മനസ്സിലായത്. ഇനി ഒരുത്തൻ അങ്ങനെ ഒരു വെളിപ്പാട് ദൈവം കൊടുത്തുവന്നിരിക്കട്ടെ, അവൻ ബ്രഹ്മചാരിയായിട്ട് ഇരുന്നോട്ടെ. അതൊരു നിയമമാക്കുമ്പോഴാണ് ഇവിടെ പ്രശ്നം. പോട്ടെ, എൻ്റെ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ പരിഹാസികൾ
നിരീശ്വരവാദികളും പരിഹാസികളാണ് നല്ലൊരു ശതമാനം. വിശ്വാസത്തിൽ വന്നിട്ട് വിശ്വാസം വിട്ടുഴന്ന് ദുരുപദേശത്തിൽ അടിമകളായി പരിഹാസികളായി നടക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. പക്ക പരിഹാസികളാണ്. വിശ്വാസത്തിൽ വന്നിട്ട് വിശ്വാസം വിട്ട് ഉഴന്നു പോയ ഒരൊറ്റ ശുശ്രൂഷകന്മാരുടെ പ്രസംഗം നിങ്ങൾ കേൾക്കരുത്. ഒരു പാസ്റ്റർ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കണ്ടാൽ തന്നെ അറിയാം തനി സാത്താൻ്റെ രൂപമാണ്. മുടിയെല്ലാം വളർത്തി, താടിയെല്ലാം വളർത്തി, ഒരു വല്ലാത്ത വികൃതത്തിൽ, ഒരു പേക്കോലത്തിൽ ഇരുന്നു കൊണ്ട് സംശയ നിവാരണം നടത്തുകയും ഇവിടെ പെന്തക്കോസ്ത് പാസ്റ്റർമാരെല്ലാം പുള്ളിയുടെ പുറകെ നടക്കുക. എനിക്കറിയത്തില്ല എന്തുവാണ്. അപ്പോൾ ഇവരെ പോലെ അവരും ആയിക്കൊണ്ടിരിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വചന വ്യവസ്ഥ വിട്ടു പോകുന്നവരുടെ പുറകെ നമ്മൾ പോകരുത്. നായ്ക്കളെ സൂക്ഷിക്കണം, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കണം, വിച്ഛേദനക്കാരെ സൂക്ഷിക്കണം. ആത്മീയ കുളത്തിൽ ഒത്തിരി നായ്ക്കൾ കിടപ്പുണ്ട്. ഛർദ്ദിച്ചത് തിന്നുന്നത് നായ, വിട്ടുകളഞ്ഞതൊക്കെ എടുക്കുന്നത് നായ. ആകാത്ത വേലക്കാര്, വിച്ഛേദനക്കാര്, പരിച്ഛേദന പ്രസംഗിക്കുന്നവര്, വചനത്തെ കോട്ടിക്കളയുന്നവർ, കൂട്ടുചേർക്കുന്നവർ, മറിച്ച് കളയുന്നവർ, ഇവരൊത്തിരി കിടപ്പുണ്ട്. അവരെയൊക്കെ നിങ്ങൾ വിട്ടുകളയണം. ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം. ഞാൻ അത് കാര്യത്തിൽ വളരെ ബോധവാനാണ്. ഞങ്ങൾ ഒരുമിച്ച് ദൈവവചനം, കർത്താവിൻ്റെ ദാസന്മാരെന്നൊക്കെ പഠിച്ചവർ പിൽക്കാലത്ത് ഇവരെല്ലാം ദുരുപദേശത്തിലേക്ക് പോയി. പക്ക ദ്രവ്യാഗ്രഹികളായി. തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും സർക്കാരിനെ വരെ വഞ്ചിക്കുന്ന ഗ്രൂപ്പുകളായി പലരും തീർന്നു. ഞങ്ങൾ അത് മനസ്സിലാക്കിയപ്പോൾ അവരെയൊക്കെ ബോധപൂർവം അങ്ങ് ഒഴിവാക്കി. പിന്നെ ഇങ്ങനെ അടുത്തടുത്ത് വന്നപ്പോഴും ശാസിച്ച് തർജ്ജനം ചെയ്ത് അവരെ ഒഴിവാക്കി. കാരണം ഒരിക്കലും അവരുമായിട്ട് കൂടാൻ പറ്റത്തില്ല. ഛർദ്ദിച്ചത് തിന്നുന്നവരാ, വിട്ടുകളഞ്ഞ ഉപദേശങ്ങൾ പലരും എടുക്കുന്നവരാ, പലരും ദുരുപദേശത്തിൽ പോയി വീണവരാ. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവർ പോലും ആ കൂട്ടത്തിലുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ അവർ അടുക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളൊക്കെ ശാസനയോടുകൂടി അവരെ മാറ്റിക്കളയാനിടയായി തീർന്നു. കാരണം ഇല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യവും പോക്കാം. ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് കിടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം. വളരെ കർക്കശമായ നിലയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. സ്തോത്രം. ഹല്ലേലൂയ. ഇനി അടുത്ത വാക്യത്തിലേക്ക് വരും. ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താൽ ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചുവെന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്ന് അവർ മനസ്സോടെ മറന്നു കഴിയുന്നു. ആരാണ് ഈ അവർ? പരിഹാസികൾ. അതിൽ നിരീശ്വരവാദികളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈശ്വരവാദികളും വിശ്വാസം ദഹിച്ചു കളഞ്ഞവരും ഛർദ്ദിച്ചത് തിന്നവരും എല്ലാം ഉണ്ട്. നായ്ക്കളുണ്ട്, ആകാത്ത വേലക്കാരുണ്ട്, വിച്ഛേദനക്കാരുണ്ട്. ഇവരെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഒരു വലിയ യാഥാർത്ഥ്യം പൗലോസ് പറഞ്ഞു വയ്ക്കുകയാണ്. എന്താണ് ആ യാഥാർത്ഥ്യം? ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമി. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭ സമയങ്ങളത് പ്രാരംഭ വാക്യങ്ങൾ വായിച്ചാൽ നമുക്കവിടെ കാണാൻ കഴിയും. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും. അപ്പം നോഹയുടെ കാലത്തിലുള്ളവരാണ് ജലപ്രളയം മുങ്ങി നശിച്ചത്. അതാണ് കർത്താവ് പറഞ്ഞ നോഹയുടെ കാലത്തെ പോലെ മനുഷ്യപുത്രൻ്റെ വരവ് ഉണ്ടാകും. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. ഇതൊക്കെ വചനത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്ന വലിയ മുന്നറിയിപ്പുകളാണ്. ടൈറ്റാനിക്കിന് കൊടുത്ത മുന്നറിയിപ്പ് പോലെ മഞ്ഞുമല വരുന്നു, സൂക്ഷിച്ചു വെക്കോ, അപകടം മുന്നിലുണ്ട്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ദൈവം വിചാരിച്ചാൽ പോലും തകർക്കപ്പെടാൻ പറ്റാത്തതാണ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ കപ്പലെന്ന് അഹങ്കരിച്ച അഹങ്കാരികളുടെ പരിഹാസികളുടെ മറുപടിക്കൊത്തവണ്ണം ആ കന്യയാത്രയിൽ തന്നെ ദൈവം അതിനെ മുക്കിക്കളഞ്ഞു. ശരിയല്ലേ? ആകാശവും വെള്ളത്തിൽ നിന്നുളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചുവെന്നും. മുങ്ങി നശിച്ചു എന്നുള്ളത് മുക്കിക്കളഞ്ഞു എന്ന് പറയുന്നതായിരിക്കും ശരി. മുങ്ങി നശിച്ചുവെന്നും. അപ്പം അന്നത്തെ ലോകം എന്ത് ചെയ്തു? ദൈവം മുക്കിക്കളഞ്ഞു. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. നോഹയുടെ കാലത്ത് മനുഷ്യൻ മുഴുവൻ വഷളായപ്പോൾ ഒരുത്തരുണ്ടായിരുന്നു ദൈവത്തെ സേവിക്കാൻ. അതാരായിരുന്നു? നോഹ.
നോഹയുടെ തലമുറയിൽ നോഹ നീതിമാനായിരുന്നു. അതുപോലെ ഈ തലമുറയിൽ നമ്മൾ നീതിമാന്മാരാണെങ്കിൽ നമുക്ക് രക്ഷയും മറ്റുള്ളവർക്ക് ശിക്ഷാവധിയും ദൈവം കൊടുക്കും. അതുകൊണ്ട് നീതിമാന്മാരുടെ പട്ടികയിൽ എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്ന, പ്രസംഗം കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളുമായിത്തീരണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വാഞ്ചിക്കുന്നു. നമ്മൾ നീതിമാന്മാരുടെ കൂട്ടത്തിലായിത്തീരണം. നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടുവാൻ നമ്മൾക്ക് ഇടയായിത്തീരണം. ഹല്ലേലൂയ. നോഹയുടെ കാലഘട്ടത്തിൽ നീതി ചെയ്തത് കൊണ്ട്, ദൈവം പറഞ്ഞത് അനുസരിച്ചുകൊണ്ട്, അതാ നീതി ചെയ്യാന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞത് അനുസരിച്ചു. വെള്ളപ്പൊക്കം ഉണ്ടാകാത്ത കാലം, മഴ പെയ്യാത്ത കാലം, മഴ പെയ്യുമെന്നും വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നൊക്കെ ദൈവം പറഞ്ഞപ്പോൾ അത് അങ്ങനെ തന്നെ വിശ്വസിച്ചു. അങ്ങനെ പെട്ടകം പണിത് രക്ഷപ്പെട്ടു. ആ പെട്ടകമാ പുതിയ നിയമത്തിൽ ക്രിസ്തു ആകുന്ന പെട്ടകം. രക്ഷപ്പെടാൻ ഒരൊറ്റ വഴി, മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് ഈ ഭൂമിയുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. അതുകൊണ്ട് വാത്സല്യ സഹോദരങ്ങളെ, നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരൊറ്റ വഴി ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ കയറി രക്ഷപ്പെടാം. ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിക്കുക, കർത്താവിനെ പ്രസാദിപ്പിക്കുക, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുക. അതേ ഉള്ളൂ വഴി, വേറെ ഒരു വഴിയില്ല. ഹല്ലേലൂയ. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഞാനതെപ്പോഴും പറയാറുണ്ട്, പണ്ട് ജലപ്രളയം കൊണ്ട് ദൈവം ഭൂമിയെ നശിപ്പിച്ചെങ്കിൽ ഇനി നശിപ്പിക്കാൻ പോകുന്നത് അഗ്നിപ്രളയം കൊണ്ടാണ്. ഹിരോഷിമ നാഗസാക്കിയിൽ ബോംബിട്ടപ്പോൾ അഗ്നിപ്രളയമായിരുന്നു അവിടെ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഈ ഇറാനിലും ഇറാനിൽ കൊണ്ടുവന്ന് അമേരിക്ക ബോംബ് ചെയ്യുമ്പോൾ, അവർ തിരിച്ച് മിസൈലടിക്കുമ്പോൾ അവിടെ നടക്കുന്ന അഗ്നിയാണ്, ഭയങ്കര തീയാണ്. ആകാശം മുട്ടം തോന്നുമാറ് തീ ഇങ്ങനെ കത്തുന്ന കാണാൻ കഴിയും. അതൊക്കെ ഇതിനൊരു നാന്ദിയാണ്. അവസാനം ഈ ലോകത്ത് മുഴുവൻ ഇതുപോലെ അഗ്നി വിഴുങ്ങാനായിട്ട് ദൈവം ഏൽപ്പിച്ചു കൊടുക്കും. അതിനു മുമ്പ് പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ഒരുങ്ങിയിരുന്നോണം. നാം അവൻ്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, കാത്തിരിക്കുന്നു എന്ന് പത്രോസ് ഈ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. സ്തോത്രം. അതിലേക്ക് നമ്മൾ പിന്നീട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നുവെന്ന് അവർ മനസ്സോടെ മറന്നു കളയുന്നു. പരിഹാസികൾ മറന്നു കളയുന്നു. തന്നിമിത്തം അവർക്ക് സംഭവിക്കുന്നത് എന്താണ്? ഈ അഗ്നിപ്പൊയ്കയിൽ അവർ വെന്തമരാനിടയായിത്തീരും. ഇതേ വചനം കേൾക്കുന്ന നമുക്കാർക്കും, എനിക്ക് നിങ്ങൾക്കാർക്കും അങ്ങനെ ഒരു ഗതികെട്ട അനുഭവം ഉണ്ടാകരുത്. അതിനുവേണ്ടി നമ്മൾ വചനമനുസരിച്ച് ജീവിച്ചോളാം. അടുത്ത നമ്മൾ 8-ാം വാക്യത്തിലേക്ക് വരും. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പോൾ ദൈവം മുമ്പാകെ നമ്മൾ എത്ര നാളാണ് ജീവിക്കുന്നത്? കുറച്ച് കാലം, ഹ്രസ്വകാലമുള്ളൂ നമ്മുടെ ജീവിതം. നമുക്ക് തോന്നുമ്പോൾ 70, 80, 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുക. ദൈവത്തിൻ്റെ മുൻപാകെ നമ്മുടെ ആയുസ് ചില മണിക്കൂറുകളെ ഉള്ളു കേട്ടോ, ചില മിനിറ്റുകളെ ഉള്ളു കേട്ടോ, ചില സെക്കൻഡുകളെ ഉള്ളു കേട്ടോ. സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നത് ചില നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ നിമിഷങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ദൈവ വഴികളിലൂടെ ജീവിച്ച് അക്കരെ പോകാൻ ഒരുങ്ങിക്കോണം. ദീർഘവീക്ഷണത്തോടെ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ ഭൂമിക്ക് ഇനി നിലനിൽപ്പില്ല. പൊല്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഭൂമിയാണ്. പൊല്യൂഷൻ കൊണ്ട് നിറഞ്ഞു കിടക്കുക. കുടിക്കുന്ന വെള്ളം പോയിസൺ, ശ്വസിക്കുന്ന ശ്വാസം വായു അത് വിഷമുള്ളതാണ്. കഴിക്കുന്ന ഭക്ഷണം, പച്ചക്കറി, മീറ്റ്, എല്ലാ ആഹാര സാധനങ്ങളിലും വിഷാംശമുണ്ട്. ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയെന്ന് മാത്രം പറഞ്ഞാൽ മതി. തമിഴ്നാടെന്ന് വിഷമടിച്ച പച്ചക്കറി ഇങ്ങോട്ട് അടിച്ചു വിടുക. സ്തോത്രം. അതുകൊണ്ടാണ് പലരും ഇപ്പോൾ പച്ചക്കറി സ്വന്തമായിട്ട് ഉണ്ടാക്കി ഭക്ഷിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഭക്ഷണപാനീയങ്ങളും വിഷാംശമാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ചില മിനിറ്റുകൾ, ചില മണിക്കൂറുകൾ മാത്രമേ നമ്മൾ ജീവിച്ചിരിക്കുന്നുള്ളൂ. അത്രയും സമയം ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് കർത്താവെ കർത്താവെ എന്ന് വിളിച്ച് ജന്മം തുലയ്ക്കാതെ
സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത വാക്യത്തിലെ 9-ാം വാക്യം, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. അപ്പൊ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. എന്തുകൊണ്ട് താമസിക്കുന്നു? നമ്മളൊക്കെ ഒന്ന് മാനസാന്തരപ്പെട്ട് വരാൻ, നമ്മളൊക്കെ ഒന്ന് യഥാസ്ഥാനപ്പെട്ട് വരാൻ, നമ്മളൊക്കെ ഒന്ന് ശുദ്ധീകരണം പ്രാപിച്ച് വരാനായിട്ട് താമസിക്കുന്നു. അതാ ഞാൻ മനസ്സിലാക്കുന്നത്. കർത്താവിൻ്റെ ചില താമസം വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും, വാക്യത്തിൽ തന്നെ ഉണ്ടല്ലോ അത്, എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. നമ്മോടുള്ള ദീർഘക്ഷമയാണിത്. നമുക്ക് തന്നിരിക്കുന്ന ആയുസ് ദീർഘക്ഷമയാണ്. ആക്സിഡൻറ്റിൽ നമ്മൾ മരിച്ചു പോകാത്തത്, രോഗത്തിൽ നമ്മൾ മരിച്ചു പോകാത്തത് ദൈവത്തിൻ്റെ ദയയാണ്. 2023 ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടവനാണ്. മാരകമായ രോഗത്തിൻ്റെ പിടിയിൽ അമർന്ന് ഒരാഴ്ച ഞാൻ വളരെ വേദന അനുഭവിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡെഡ് മാൻ ഈസ് വാക്കിംഗ് എന്ന് പറഞ്ഞാൽ ആ സാക്ഷ്യം എൻ്റെയും ജീവിതത്തിൽ അനുഭവ സമ്പത്താണ്. മരിച്ച ഞാനിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് തന്ന കൃപയ്ക്കനുസരിച്ച് ലോകത്തെമ്പാടും പോയി ശുശ്രൂഷിക്കുന്നൊന്നുമില്ല. കൃപയാൽ ഈ ദിവസങ്ങളിൽ ചില സൂം മീറ്റിംഗ് കിട്ടിയിരിക്കുന്നത് കാനഡയിൽ നിന്നും, അമേരിക്കയിൽ നിന്നും, ലണ്ടനിൽ നിന്നും, പിന്നെ അതുപോലെ വലിയ വലിയ രാജ്യങ്ങളിലെ പല പട്ടണങ്ങളിൽ നിന്നുള്ളവരൊക്കെ ആ സൂമിൽ കയറുന്നുണ്ട്. അതുകൊണ്ട് പല രാജ്യങ്ങളിലിരുന്ന് മെസ്സേജുകൾ കേൾക്കാൻ ഒരു ഭാഗ്യം കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരുക്കി. എൻ്റെ കൂടെ നടന്ന സഹോദരന്മാർ ഈ ഉപദേശമൊക്കെ ചവിട്ടി തേച്ച് കളഞ്ഞപ്പോൾ, അവരത് കുടിച്ചു മൂടിയപ്പോൾ അനേകർ പറയുകയാണ്, ഉപദേശം ഞങ്ങൾക്ക് കേൾക്കണം കേൾക്കണം കേൾക്കണം. അത് ദൈവത്തിൻ്റെ ഒരു നീതിയല്ലാതെ മറ്റെന്താണ്? ഞങ്ങളുടെ കൂടെ നടന്ന അനേകർ ഈ ഉപദേശത്തെ കുഴിച്ചു മൂടി, അനേകർ വിറ്റ് തിന്നു, അനേകർ നശിപ്പിച്ചു കളഞ്ഞു. അച്ചിക്ക് വേണ്ടിയും കൊച്ചിന് വേണ്ടിയും സമ്പത്തിന് വേണ്ടിയും പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപദേശമൊക്കെ ചവിട്ടി തേച്ചു. ആ സമയത്ത് ഇത് അനേകർ വന്ന് ഞങ്ങളെ ഈ പഥ്യവചനം ഒന്ന് പഠിപ്പിക്ക്, അതൊന്ന് പ്രസംഗിച്ച് കേൾപ്പിക്ക്, ഞങ്ങളിത് കേൾക്കട്ടെ എന്ന് പറയാൻ അനേകർ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ നീതിയല്ലാതെ മറ്റൊന്നുമില്ല. എൻ്റെ ആയുസിൻ്റെ ദൈർഘ്യം എത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എത്രയാണെങ്കിലും സന്തോഷം. നാളെ തീരുന്നെങ്കിൽ സന്തോഷം, കുറച്ച് നാളുകൂടി ഉണ്ടെങ്കിൽ സന്തോഷം. അത് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവഹിതം പോലെ നടക്കട്ടെ. നമ്മളാൽ അതിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. മനുഷ്യൻ്റെ ആയുസ് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ നിഴൽ പോലെയാണ്. നമ്മുടെ ആയുസ് നിഴൽ പോലെ, പുല്ലുപോലെ, പൂ പോലെ, ആവി പോലെ. ഒരല്പകാലം ഒരു പരദേശിയായി പ്രവാസിയായി ജീവിച്ചിട്ട് നിത്യമായ സ്വർഗത്തിലേക്കോ നിത്യമായ നരക കുഴിയിലേക്കോ ആണ് നമ്മളെല്ലാവരും പോകുന്നത്. അതെങ്ങോട്ട് പോകണമെന്ന് നമ്മൾ തീരുമാനിച്ചോണം. ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്. നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മളെങ്ങോട്ട് പോകണമെന്നുള്ളത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവനും ഭക്തിക്കൊത്ത് ഉപദേശം അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് നിത്യമായ ദൈവരാജ്യത്തിലേക്ക് പോകാം. അല്ലെങ്കിൽ നമ്മുടെ പോക്ക് വേറെ വല്ലയിടത്തും ആയിരിക്കും. വചനം പ്രസംഗിച്ച് നിത്യതയിലേക്ക് ഒരുക്കിയെടുക്കുന്ന ശുശ്രൂഷകന്മാർ കുറഞ്ഞു വരികയാണ്. ഒട്ടുമുക്കാലും ദ്രവ്യാഗ്രഹികളും കസേരമോഹികളുമായി മാറി തന്നിമിത്തം സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം ജനത്തിന് കിട്ടാതെ പോകുന്നു. എൻ്റെ ഒരു രോദനമാണത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അധിക കാലം ഇനി നമ്മുടെ മുൻപിലില്ല. അത് പ്രവചനങ്ങളെ ആസ്പദമാക്കിയാണ് ഞാനത് പറയുന്നത്. ബാബിലോൺ, മേദ്യ, പേർസ, ഗ്രീസ്, റോം 4 സാമ്രാജ്യങ്ങൾ ഈ ലോകം ഭരിച്ചു. അവസാനത്തെ റോമൻ സാമ്രാജ്യവും അത് കഴിഞ്ഞ് കാണുന്നത് ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള ഒരവസ്ഥ. ഈ കളിമണ്ണെന്നുള്ളത് ജനാധിപത്യം, ഡെമോക്രസി, അതും പരാജയമാണ്. ഇവിടെ പിണറായി ഭരിച്ചാലും സതീശൻ ഭരിച്ചാലും തമ്മിൽ തൊമ്മൻ ഓക്കെ, എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്താം. ആര് ഭരിച്ചാലും ആത്യന്തികമായി ഒരു ചുക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഈ ഭൂമി തീ കൈ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഈ തീപ്പൊയ്ക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഒരു അഗ്നിപ്രളയം വരാൻ പോകുന്നു. ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, ഇനി ഒരു വലിയ ലോകമഹായുദ്ധം നടന്നാൽ ഓരോ രാജ്യങ്ങളും കൂട്ടിവെച്ചിരിക്കുന്ന മാരകമായ ആയുധങ്ങളെടുത്ത് അങ്ങോട്ട് പ്രയോഗിച്ചു കഴിയുമ്പോൾ ഈ ഭൂമി ഒരു തീഗോളമായി മാറുമെന്ന്. സാമ്പോൾ പാസ്റ്ററല്ല പറയുന്നത്, ശാസ്ത്രജ്ഞന്മാർ പറയുക. 100 പ്രാവശ്യം ഈ ഭൂമിയെ ചുട്ടരിക്കാനുള്ള ആയുധ സംഭരണ ശേഷി ഓരോ രാജ്യങ്ങളും നേടിക്കഴിഞ്ഞു. എക്സ്പെഷ്യലി കാക്കാശിന് പോക്കില്ലാതെ കിടന്ന അറേബ്യൻ രാജ്യങ്ങൾ, ഒട്ടകത്തിൻ്റെ പാലും പിടിച്ച് കഴുതപ്പുറത്ത് കയറി നടന്നവരൊക്കെ കോടിക്കണക്കിന് രൂപ എണ്ണ അവർക്ക് കിട്ടിയപ്പോൾ അത് സംഭരിച്ച് വിറ്റ് കാശാക്കി കോടികൾ ഉണ്ടാക്കി ഭീകരാക്രമണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പൈശാചികന്മാരായിട്ട് തീർന്നിരിക്കുക അവരെ. നല്ലൊരു ശതമാനവും യുദ്ധകൊതിയന്മാരായി മാറി. മറ്റുള്ളവരെ കൊല്ലുക, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന പ്രമാണം വെച്ച് അവർ ചെയ്യുക. ഇസ്രയേലും ഇറാനും മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഇസ്രയേൽ ദൈവത്തിൻ്റെ ജനമാണെന്ന് പറഞ്ഞാലും നിയമം ഇപ്പോഴും അവർക്ക് അത് തന്നെയാണ്. അതുകൊണ്ടായി പ്രതികാരം ചെയ്യുന്നത്. ആ പ്രതികാരത്തിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചെടുക്കാൻ പോവുക. അത് ഗോഗ് മാഗോഗിൻ്റെ നേതൃത്വത്തിൽ ഇസ്രയേൽ പർവ്വത നിരകളിൽ ഒരു വലിയ യുദ്ധത്തിനായിട്ടുള്ളൊരു കൂടിവരവ്, അതിൻ്റെ അണിയറയിൽ പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ സമയങ്ങൾ അടുത്തു. ഇസ്രയേലിനെ തളയ്ക്കാൻ വേണ്ടി ഗോഗ് മാഗോഗിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ 6-7 രാജ്യങ്ങൾ ഒരുമിച്ച് വന്ന് ഘോരമായ യുദ്ധം നടക്കാൻ പോവുകയാണ്. ആ ഭീകരമായ യുദ്ധത്തിന് മുൻപ് ദൈവസഭ ഇവിടെ നിന്ന് മാറ്റപ്പെടും. എത്ര പേരത് വിശ്വസിക്കുന്നു? മഹോദര കാലത്താണ് ഗോഗ് മാഗോഗിൻ്റെ യുദ്ധം നടക്കുന്നത്. ചിലരൊക്കെ തിരിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതിപ്പോൾ എല്ലാം അങ്ങനെയാണല്ലോ. വയലത്തെ കൂട്ടിക്കളഞ്ഞും കൂട്ടിയേർത്തും മറിച്ച് കളഞ്ഞും പ്രസംഗിച്ച് കാശുണ്ടാക്കി സൂഹിക്കുന്ന സൂഹിയന്മാർ നമ്മുടെ ഇടയിലുണ്ട്. ദുരുപദേഷ്ടകന്മാർ നിങ്ങളുടെ ഇടയിൽ കടക്കും, നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. പ്രവൃത്തി 20-ന്റെ വാക്യങ്ങളാണതൊക്കെ. 27, 28, 29, 30, 40 പഠിച്ചു വരുമ്പോൾ ആ വാക്യങ്ങളെ കാണാൻ 32 വാക്യം വായിച്ച് പഠിച്ചോണം. വായിക്കാൻ സമയമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപകടകരമായ അവസ്ഥയിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ചില താമസമെന്ന് വിചാരിക്കുന്നവരെ കർത്താവിൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടാൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. ആ ദിവസം കള്ളനെ പോലെ വരും. കർത്താവിൻ്റെ വരവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. ആ ദിവസം കള്ളനെ പോലെ വരും. ഒരുങ്ങിയിരുന്നോണം, ഉണർന്നിരുന്നോണം, സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. സ്തോത്രം. ഇല്ലെങ്കിൽ നശിച്ചു പോകും നമ്മൾ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ രാവിലെ 4 പീരീഡോ 5 പീരീഡോ, ഉച്ചയ്ക്ക് ചിലപ്പോൾ രാവിലെ 4 പീരീഡ്, ഉച്ചയ്ക്ക് 4 പീരീഡ്. ചില സ്കൂളുകളിൽ ഉച്ചയ്ക്ക് രാവിലെ 5 പീരീഡ്, ഉച്ചയ്ക്ക് 3 പീരീഡ്. ലാസ്റ്റ് പീരീഡായത്. ലാസ്റ്റ് പീരീഡുള്ള കുട്ടികളുടെ ചിന്ത എന്താണെന്നറിയോ? കുറച്ചുകൂടി കഴിഞ്ഞാൽ അവരവരുടെ വീട്ടിൽ പോവാം. അതുപോലെ നമ്മുടെ സ്വന്തം വീടായ നിത്യതയിലേക്ക് നമുക്ക് പോകാൻ സമയമായി. ഇവിടെ വാരിക്കോരി കൂട്ടിക്കൊണ്ടിരിക്കാനുള്ള സമയമൊന്നുമില്ല. സുവിശേഷം വിറ്റ് തിന്നുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് നിർത്തിക്കോണോ ഇത്? ഈ സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയത ഉണ്ടാക്കുന്നു എന്ന് തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ